ഹലോ, ജസീമാണ്. പിന്നെ ഇപ്പോൾ പന്തളി സീസണാണ്. ഇങ്ങനെ ഫ്ലെക്സ് വെക്കണ പറ്റി ഇങ്ങനെ ഒരു അഭിപ്രായങ്ങളും ഇങ്ങനെ വീഡിയോസ് വരുന്നുണ്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം പറയട്ടോ. ഈ ഫ്ലെക്സ് വെക്കണമൊക്കെ നാട്ടിലത്തെ ചെറുപ്പക്കാരാണല്ലോ. മെയിൻ നമ്മളെ ക്ലബ്ബുപരമായിട്ട് ഉണ്ടാകുന്ന ചെക്കന്മാരാണ് ഇതൊക്കെ വെക്കുന്നത്. പിന്നെ അതിലൊരു കാര്യം പറയാനുള്ളത്, നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവരാണ് മുന്നിട്ട് ഇറങ്ങുന്നത് അല്ലേ. അധികമൊന്നും പോകണ്ട. ഒരു 6 വർഷം മുമ്പ് എന്നൊക്കെ ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയും. പ്രളയം വന്നു. ഞാൻ വണ്ടൂർ ചൊറോടാണ്. അപ്പോൾ നമ്മൾ ആ പ്രളയം വന്ന ടൈമിന് നമ്മൾ ഒന്നും നോക്കാതെ, പൈസക്കാരനാണോ ജാതിയാണോ മതമൊന്നും നോക്കാതെ, മമ്പാട് ആ ഏരിയയിൽ, ഏത് നിലമ്പൂർ, വടവറം, പുളിക്കലോടി, പിന്നെ കുണ്ടോട്, അപ്പോൾ ആ ഏരിയയിലൊക്കെ വെള്ളം വന്ന പെരയിൽ അത് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ പൈസക്കാരനാണോ പാവപ്പെട്ടവനാണോ നോക്കിയിട്ടൊന്നല്ല അന്ന് ചെറുക്കന്മാരറിഞ്ഞില്ല. അന്ന് നമ്മൾ ടിപ്പറും ജീപ്പൊക്കെ എടുത്തുകൊണ്ട് പോയി. എല്ലാവരും കൈക്കോട്ട്, കത്തി, വടി, ചൂലൊക്കെ കൊണ്ടുപോയി കണ്ട് 2 അടിയൊക്കെ ചളിയില്ലത് നീക്കിയിരുന്നു. അതാരെയും നോക്കിയിട്ടാ ആ ചളിയും ഒക്കെ വെള്ളമടിച്ച് ക്ലിയർ ആക്കിയിട്ടാണ് അവിടുന്ന് പോകുന്നില്ല. ഓരോ പേര്, ഓരോ ക്ലബ്ബും, ഓരോ നാട്ടിൽ നമ്മളെ ഏരിയയിൽ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മളെ ആ ഏരിയത്ത് അതേപോലെ എല്ലാ ഏരിയയിലും ഇതേമാതിരി ക്ലബ്ബുപരമായിട്ട് നിൽക്കുന്ന ചെക്കന്മാരാണ് അതിനൊക്കെ മുന്നിട്ട് ഇറങ്ങിനെ. എല്ലാ കാര്യവും അത്തിരി ആ പേരൊക്കെ ക്ലിയർ ആക്കി കൊടുക്കുന്നത് ചെക്കന്മാരാണ്. പറയണത് എന്താ വെച്ചാൽ അതിനൊക്കെ മുന്നിട്ട് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും മുന്നിട്ട് ഇറങ്ങുന്ന നമ്മളെ ചെക്കന്മാർ, ഈ ക്ലബ്ബുപരമായിട്ടുള്ള ചെക്കന്മാർ. ഇപ്പം എല്ലാ കാര്യത്തിനും ആ ചെക്കന്മാരുണ്ടാവില്ലേ, ഏത് പ്രവർത്തിക്കവരുണ്ടാകും. അപ്പോൾ ഇതൊരു മാസം ഇങ്ങനെ ഒരു അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. അല്ലാതെ നമ്മളിപ്പോൾ മെസ്സിനോട് എൻ്റെ കുടുംബം എന്താ നാട്ടുകാർക്ക് സുഖം നൽകണേ, പിന്നെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചോനോടല്ലേ പറയണം, അള്ളഹാനോടെ പറയുന്നത് കാര്യങ്ങൾ. അല്ലാതെ ഇപ്പോൾ മെസ്സിനെ റൊണാൾഡോനെ വിളിച്ചാൽ ആ ഒരു ഇതിൽ പറയുന്നുണ്ടാവില്ല. ആ ആരാധനയല്ല, ഇത് വേറെ, അതും ഇഷ്ടം അല്ല. മറ്റുള്ള ആരാധിക്കണമാതിരി, നമ്മൾ ദൈവങ്ങളെ ആരാധിക്കണമാതിരില്ല ആരാധനയല്ല. അപ്പോൾ അതൊരു മാസത്തെ സന്തോഷത്തിന് വേണ്ടി, 4 വർഷം കൂടുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇലക്ഷൻ വരുമ്പോൾ ചെയ്യല്ലേ, എന്തൊക്കെ ചെയ്യൽ. അതുപോലെ തന്നെ അവരുടെ ഒരു ഹാപ്പി. ഈ ചെറുക്കന്മാരെന്നെ എല്ലാ കാര്യത്തിനും ഉണ്ടാവുള്ളൂ. എന്തൊരു പ്രശ്നം വന്നാൽ നമ്മളെ നാട്ടിലുള്ള പിരിവിന്, എന്തെങ്കിലും പ്രശ്നത്തിന് പിരിവ് നടത്തുമ്പോൾ നമ്മളെ എന്തെങ്കിലും കമ്മി ആയിട്ടുണ്ടോ നമ്മളെ നാട്ടിലൊക്കെ? ഒരു കമ്മിയും വരില്ല. കാരണം ഇവർ മുന്നിട്ട് ഇറങ്ങും. കാരണം നമ്മളൊക്കെ നിലമ്പൂർ സൈഡിൽ കൂടി പോകുമ്പോൾ ഇഷ്ടം പോലെ കാണാം. ഒരു 4 അമ്പുണ്ടല്ലോ നിലമ്പൂർ കഴിഞ്ഞിട്ട് പോലെ എന്തോടെ ആ ഭാഗത്ത്, ഓരോ ഭാഗത്തും ഉണ്ടാവും. ഓരോ അക്കറ്റും പിടിച്ച് ഓരോ പരിപാടിക്ക് പറ്റിയ ചെറുപ്പക്കാരുണ്ടാകും. എല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല.